അതൊരു ചരിത്രം. കുമ്പള എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രമല്ല, ലോകത്തെവിടെ പോയാലും ഞാൻ കുമ്പളയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് കുമ്പളയെ കുറിച്ച് അറിയാം. അതിന്റെ കാരണം എന്താ? കാരണം ഇതിഹാസ ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെയുടെ നാടാണ് കുമ്പള എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അനിൽ കുംബ്ലെയെ കാണാൻ പോയിരുന്നു, വേറെ ചില വിഷയവുമായിട്ട്. എന്റെ കൂട്ടത്തിൽ സുധാകർ കാമത്തുണ്ടായിരുന്നു, വിക്രം പൈ ഉണ്ടായിരുന്നു, രഘുനാഥ് കാമത്തുണ്ടായിരുന്നു, KC മോഹൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് അനിൽ കുംബ്ലെയെ കാണാന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് സാധിക്കുന്ന വലിയ ആളല്ലേ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ പ്രതിഭാസമാണ് അനിൽ കുംബ്ലെ. ഞങ്ങൾ പോയപ്പോ ഗേറ്റ് അടച്ചിരിക്കുന്നു. അവിടുത്തെ വാച്ച്മാനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കുമ്പളയിൽ നിന്നാണ് വരുന്നത്, വി ആർ കമ്മിങ് ഫ്രം കുമ്പള. അത് കേട്ടുടനെ അദ്ദേഹം അനിൽ കുംബ്ലെയുടെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തു. കുമ്പള എന്ന് കേട്ടപ്പോ അവർ പറഞ്ഞു, അദ്ദേഹം ഇവിടെയില്ല, 5 മിനിറ്റിനകം തിരിച്ചു വരും, പുറത്തു പോയിരിക്കുക. പറഞ്ഞതുപോലെ 5 മിനിറ്റിനകം അദ്ദേഹം തിരിച്ചു വന്നു. ഞാൻ പോയി ആദ്യം കൈ കൊടുത്തു. ഞങ്ങൾ കുമ്പളയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഗേറ്റ് തുറന്നു. ഞങ്ങളുടെ എല്ലാ ആളുകളെയും വീട്ടിനകത്ത് കൊണ്ടുപോയി ഇരുത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത് മുഴുവൻ കുമ്പളയെ കുറിച്ചാണ്. എന്റെ കുമ്പളയുടെ ശോചനീയാവസ്ഥക്ക് കാരണം അത് മാത്രമാണ്. കുമ്പളയുടെ പ്രത്യേകത പറഞ്ഞാൽ നാളെ വെളുക്കുന്നവരെ എനിക്ക് പറയാൻ കഴിയും, അത്രയും വിഷയങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടിയ ദേവപ്പ മാഷ പോലുള്ള, മാധവ പോലുള്ള ധീരദേശാഭിമാനികൾക്ക് ജന്മം നൽകിയ നാടാണ് കുമ്പള. കബഡി ചാമ്പ്യൻ ജഗദീശൻ കുമ്പളക്കാരനാണ്. കുമ്പളയിലെ പണ്ടൊരു ലക്കി സ്റ്റാർ എന്നുള്ള ഫുട്ബോൾ ടീമുണ്ടായിരുന്നു. ആ ടീം എവിടെ പോയാലും മത്സരം ജയിച്ചു വരുന്ന ടീം കുമ്പള ലക്കി സ്റ്റാർ. ആ താരങ്ങളൊക്കെ മൺമറഞ്ഞു പോയി. അതിലൊരു പ്രധാനപ്പെട്ട ഗോളി ഉണ്ടായിരുന്നു, ഹക്കീം ബത്തേരി, ഡിവൈഎസ്പി ആയിരുന്നു, കുമ്പളക്കാരനാണ്. എത്ര വലിയ ഗോൾ വന്നാലും പിടിക്കാൻ കഴിവുള്ള ഗോളി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നാടാണ് കുമ്പള. ഉള്ളുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സാക്ഷാൽ ശ്രീ ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമി. മുസ്ലിം സഹോദരന്മാർ 5 നേരവും നമസ്കരിക്കുന്ന കുമ്പള ജുമായത്ത് പള്ളി, അപ്പുറത്ത് ക്രിസ്ത്യൻ സമൂഹം പ്രാർത്ഥിക്കുന്ന ചർച്ച്, അങ്ങനെ കടലും പുഴയും തൊട്ടൊരുമി നിൽക്കുന്ന പ്രകൃതി അനുഗ്രഹിച്ച ഈ ഭൂമി എന്തേ ഇങ്ങനെ അധപ്പതിച്ചു പോയി? ഇപ്പൊ പറഞ്ഞു, തുടർച്ചയായി 19 വർഷം കുമ്പള പഞ്ചായത്തിന്റെ ഭരണം നടത്തിയത് ആരാണ്? ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്നില്ല, കുറെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്തേ നമ്മുടെ നാട് വികസിച്ചില്ല? ദൂരെ നിന്ന് ആളുകളെ ശ്രദ്ധിക്കണം, എന്റെ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾച്ചതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനങ്ങൾക്ക് എന്തോ എടുക്കാം. പക്ഷെ ഈ പരമാർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 50 വർഷമായി തുടർച്ചയായി ഒരു പ്രത്യേക മുന്നണി ഇവിടെ ഭരിക്കുക, UDF എന്നുള്ള പേരിൽ. എന്താണ് ബാലൻസ് ഷീറ്റ്? എന്താണ് ബാലൻസ് ഷീറ്റ്? വികസന രംഗത്ത് കുമ്പള എവിടെ നിൽക്കുന്നു? എന്താണ് ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. എന്താണ് ഇവർ ചെയ്തത് ഇത്രയും വർഷം? കുമ്പള പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും വരുമാന സ്രോതസ്സുള്ള ഒരു പഞ്ചായത്താണ്. ചെറിയ പഞ്ചായത്തൊന്നുമല്ല, ഇഷ്ടംപോലെ പൈസ തരും. എത്ര വിധത്തിലെ ടാക്സ്, പല വിധത്തിലെ ടാക്സുകൾ. ആ ടാക്സുകളൊക്കെ വാങ്ങിയിട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമാണോ? ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ നിറവേറ്റുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ല.
പഞ്ചായത്തിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തിൽ എന്താണോ ചുമതല, അധികാരം, അത്രയും അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട്. പഞ്ചായത്തിന്റെ കീഴിലാണ് ആരോഗ്യം വരുന്നത്, പഞ്ചായത്തിന്റെ കീഴിലാണ് വിദ്യാഭ്യാസം വരുന്നത്, പഞ്ചായത്ത് കീഴിലാണ് കുടിവെള്ള പദ്ധതി വരുന്നത്. ഇത്തരം പദ്ധതികളൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാതിന്റെ കാരണം എന്താ? ഞാൻ രാവിലെ നടക്കാൻ പോകും, വാക്കിന് പോകും. 5 മണിക്ക് എഴുന്നേറ്റ് ഒരു 6 മണിയോടെ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ പോകുമ്പോൾ ചെറിയ കുരുന്ന കുട്ടികൾ, 10ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ ഓടിക്കരച്ച് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത് കാണാം. മംഗലാപുരം പഠിക്കാൻ പോവുക. എന്തേ നമ്മുടെ നാട്ടിൽ സ്കൂൾ ആരംഭിച്ചുകൂടാ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൂടാ? അതുപോലെ ചികിത്സക്ക് ഈ പ്രദേശത്തിൽ ജനങ്ങള് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ്. അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടില്ല ഇതുവരെ എന്ന് പറയാനാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരുപാട് മഹാരഥന്മാർ ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. നേരത്തെ ഐ രാമറയുടെ അദ്ദേഹമൊന്നും പാർട്ടി വേറെയാണെങ്കിലും അഴിമതി നടത്തിയിട്ടില്ല. MC അബ്ദുൽ ഖാദർ ഹാജി എനിക്ക് പരിചയമുള്ള ആളാ. അദ്ദേഹം ഒരുപാട് കാലം കുമ്പള പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ ആക്ഷേപിക്കില്ല. KP അബ്ദുൽ റഹ്മാൻ സാഹിബ് ആരിക്കാടിക്കാരൻ 2 തവണ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്. ഒരു തവണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പിന്നെ ലീഗുമായി തെറ്റിപ്പിരിഞ്ഞ് മത്സരിച്ച് ജയിച്ച് ഞങ്ങളുടെ ഒരാളുടെ പിന്തുണയോടുകൂടി, അതായത് സ്വർഗീയ മോഹൻ കാമത്തിന്റെ പിന്തുണയോടെ അദ്ദേഹം 5 വർഷം ഈ കുമ്പള പഞ്ചായത്ത് പരിഭരിച്ചിട്ടുണ്ട്. അദ്ദേഹം അഴിമതി കാണിച്ചിട്ടില്ല. തുടർന്ന് ഇങ്ങോട്ട് വന്ന ഭരണാധികാരികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, അവർ ഈ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഈ നാട്ടുകാരോട് പറയണ്ടേ? അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഈ പൗരന് ഭരണഘടന അനുവദിച്ചിട്ട് ഏറ്റവും മൗലികമായ ഒരു അവകാശമാണ് വോട്ടവകാശം. അത് രേഖപ്പെടുത്തുമ്പോൾ വരുന്ന 5 വർഷം നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരാണ് നടത്തുക? നമ്മുടെ നാട്ടിനെ ആരാണ് നയിക്കുക? ആ നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണോ, അല്ലെ അഴിമതിക്കാരനാണോ? ഈ നാട്ടിനെ സേവിക്കുന്നതിന് പകരം സ്വയം സേവിക്കുന്ന ആളാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം നിങ്ങളുടെ ഓരോ വോട്ടും രേഖപ്പെടുത്താൻ. അതല്ലെങ്കിൽ 1000 വർഷം കഴിഞ്ഞാലും ഈ നാട് ഇതുപോലെ നിൽക്കും. ഞാൻ ഇടക്കാലത്ത് കുമ്പള വിട്ടു പോയിരുന്നു. പാർട്ടിയുടെ ജില്ലാ ചുമതലയേറ്റപ്പോൾ ഞാൻ കാസർഗോഡ് പോയി. 10-20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തിൽ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായി എന്നല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. ഒരു ബസ് സ്റ്റാൻഡില്ല ഇവിടെ ഉണ്ടോ? KP അബ്ദുൽ റഹ്മാൻ സാഹിബ് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോഴാണ് ബസ് സ്റ്റാൻഡ് കെട്ടിയത്. ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും അത് പൊളിച്ചിട്ടിട്ട് വർഷം കുറേയായി. പക്ഷെ ഇന്നും പുതിയ ബസ് സ്റ്റാൻഡില്ല. പ്രാഥമിക സൗകര്യം, സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ടൗണിൽ വന്നാൽ പ്രാഥമിക സൗകര്യത്തിനുള്ള സൗകര്യം 50 വർഷമായി പഞ്ചായത്ത് ഭരിച്ച ആളുകൾക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീണ്ടും അധികാരം കൊടുക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൈവച്ച് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കൊടുക്കണോ? എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? ഒരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടോ ഇവിടെ? ഒരു വേസ്റ്റ് മാനേജ് ഉണ്ടോ? മഴക്കാലം തുടങ്ങിയാൽ റോഡിൽ മുഴുവൻ മാലിന്യത്തിന്റെ കൂമ്പാരമാ. നാറിയിട്ട് മൂക്ക് പൊത്തിയിട്ട് വേണം നമ്മൾ ഈ റോഡിലൂടെ നടക്കണമെങ്കിൽ. ഞാൻ വലിയ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് മാറ്റം വരണമെങ്കിൽ, ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ജാതിക്കും മതത്തിനും പാർട്ടിക്കുമൊക്കെ അതീതമായി ആരാണ് ഈ നാട്ടിനെ സ്നേഹിക്കുന്നത്, ആരാണ് നാട്ടിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിച്ച് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് വിനീതമായി ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധികൾ? ഞാൻ ഒരു ഉദാഹരണം പറയാം. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണം? 2 മുഖ്യമന്ത്രിമാരെ നമുക്ക് പരിശോധിക്കാം. ഒന്ന് യു പി മുഖ്യമന്ത്രി
ആദിത്യനാഥ്, യോഗി ആദിത്യനാഥ്. മറ്റൊന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യോഗി ആദിത്യനാഥോട് പത്രപ്രവർത്തകരെ ഒരു തവണ ചോദിച്ചു, അദ്ദേഹത്തിന്റെ സഹോദരി അമ്പലത്തിന് മുമ്പിൽ പൂക്കെട്ടിയിട്ടാണ്, മാല കെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയല്ലേ? അതെ. അങ്ങയുടെ സഹോദരി ഇപ്പോഴും അമ്പലത്തിന് മുമ്പിൽ പൂമാല കെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുഖ്യമന്ത്രി പദം ചുമതലയേൽക്കുന്ന അവസരത്തിൽ ഞാൻ ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ സത്യപ്രതിജ്ഞ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനം നടത്തുമെന്ന. ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ എന്റെ കുടുംബവും വന്നു. എന്റെ കുടുംബത്തിന് പ്രത്യേകത, ഒരു മുഖ്യമന്ത്രി എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സഹായവും ഞാൻ ചെയ്യില്ല. അതൊരു മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ മകൾ, സ്വന്തം മകൾ വീണാ വിജയന്റെ പേരില് കരിമണൽ കടലിൽ നിന്ന് മാസപ്പടി വാങ്ങി ഇപ്പൊ വലിയ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുക. സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച്, പറഞ്ഞാൽ നാളെ വെളുക്കുന്നവരെ പറയാനുണ്ട്, വിദേശത്ത് പോവുക. ഇവിടെയൊന്നും ചികിത്സിക്കുന്നില്ല. വിദേശത്ത് പോയിട്ട് കോടികൾ ചെലവാക്കിയിട്ട് ചികിത്സ. മന്ത്രിമാർക്ക്, ഞങ്ങളൊക്കെ കണ്ണട വെക്കുന്ന ഈ കണ്ണടക്ക് ഏകദേശം ഒരു 500 രൂപ 600 രൂപ വരിക. CPM നേതാക്കന്മാരുടെ കണ്ണട വില എത്രയാണെന്നറിയോ? എല്ലാം എഴുതി എടുക്കുക. 1 ലക്ഷം, 1.5 ലക്ഷം, 50,000 രൂപയുടെ കണ്ണട, പുത്തൻ പുതിയ കാറുകൾ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഇത് ഉള്ളിന്ന് വരുന്നതാണ്. എന്റെ വീട്ടിൽ 1 മാസമായിട്ട് കുടിവെള്ളമില്ല, കുടിക്കാനുള്ള വെള്ളമില്ല. ഞാൻ എടുത്ത് MLA വിളിച്ചു, അഷറഫിനെ. അദ്ദേഹം തിരുവനന്തപുരത്താണ്, എന്റെ സുഹൃത്താ. രാഷ്ട്രീയം പറയാറുണ്ട് നമ്മള്, വ്യത്യസ്ത മേഖലയാണ് ഞങ്ങൾ പറയും. ഞാൻ പറഞ്ഞു, MLA എന്റെ വീട്ടിൽ 1 മാസമായി കുടിവെള്ളമില്ല. ഞാൻ അന്വേഷിച്ചപ്പോ പൂക്കട്ട ബംബറാടിയിലെ മോട്ടർ 50 വർഷം കേടായ മോട്ടറാണ്. അത് ഒരിക്കൽ ഇപ്പൊ 2 ദിവസം വെള്ളം ഇന്ന് വീണ്ടും കേടായിരിക്കുക. അപ്പൊ MLA മന്ത്രിനെ കണ്ടു, എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, രവിയുടെ ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേര്. 1 മാസമായി ഒരു ഫോളോ അപ്പ് നടന്നില്ല. വീണ്ടും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫണ്ടില്ല. എന്താ ചെയ്യാ? ഫണ്ടില്ല. അപ്പൊ ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു. ആ മോട്ടറിന് എത്രയാണ് പണം? അദ്ദേഹം പറഞ്ഞു, 16 ലക്ഷം റുപ്യ വേണം. 16 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ പുതിയ മോട്ടോർ വാങ്ങിക്കാം. ഞാൻ CH കുഞ്ഞുമ്പോനെ വിളിച്ചു. അദ്ദേഹം എന്റെ സുഹൃത്താണ്. രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നത് പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുന്നു. കുഞ്ഞുമ്പോ ഇതേപോലെ പറഞ്ഞു, ഫണ്ടില്ല. എന്നെ നെല്ലിക്കുന്നിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫണ്ടില്ല. ഞാൻ പറഞ്ഞു, 16 ലക്ഷം റുപ്യ മുടക്കാൻ കഴിയാത്ത ഒരു സർക്കാർ. നമ്മൾ ഉപ്പിന് നികുതി കൊടുക്കണം, മുളകിന് നികുതി കൊടുക്കണം, സോപ്പിന് നികുതി കൊടുക്കണം, പരിപ്പിന് നികുതി കൊടുക്കണം, സർവ്വസാധനങ്ങൾക്കും നമ്മൾ നികുതി കൊടുക്കണം. നടക്കുന്നതിന് നികുതി, യാത്ര ചെയ്യുന്നതിന് നികുതി, കിടന്നുറങ്ങുന്നതിന് നികുതി. ഈ നികുതി പണം ഉപയോഗിച്ച് ഇവർ സുഖവാസം ജീവിതം നയിക്കുകയാണ്. പുതിയ പുത്തൻ കാറിൽ MLA-മാരും മന്ത്രിമാരും. ഈ നാട് എങ്ങനെ രക്ഷപ്പെടും? ഇത്തരം രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിനെ മോചിപ്പിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം നിങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ തീരുമാനത്തിലെത്താൻ. വെറും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും വികാരവും കൊണ്ട് വോട്ടിങ്ങനെ കുത്തി ഈ നാട്ടിനെ അധപ്പതിക്കുന്ന തീരുമാനം നിങ്ങൾ ദയവ് ചെയ്തെടുക്കരുത്. അതുകൊണ്ട് മാറ്റം വേണം. മാറ്റത്തിന് വേണ്ടിയാണ്, വികസനത്തിന് വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായും ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ നാട് വികസിക്കണം. വികസനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോ പൗരന്റെയും വികസനമാണ്. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞ് സബ്കാ സാത്ത് സബ്കാ വികാസ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അയാൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണം, താമസിക്കാനുള്ള വീടുണ്ടാകണം, വീട്ടിലാവശ്യമായ കുടിവെള്ളം വേണം, വിളക്ക് വേണം, യാത്രാ സൗകര്യം വേണം, ആരോഗ്യം സംരക്ഷിക്കാനുള്ള ചികിത്സാ സൗകര്യം വേണം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം വേണം, ഗതാഗത സഞ്ചാരയോഗ്യമായ റോഡ് വേണം. അങ്ങനെ ഒരു സമഗ്രവും സമ്പൂർണമായ
വികസനം നടത്തണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന മഹത്തായ പ്രസ്ഥാനം ഈ നാട്ടിൽ വന്നേ പറ്റൂ. അത് ഇന്നെങ്കിലും നാളെ അവിടെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് കേരള സംസ്ഥാനത്തിന്റെയും കുമ്പള പഞ്ചായത്തിന്റെയും ഭരണം വരും. അതിന് നിങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ ಮಾತರಂ. ಕುಂಬಳೆ ಪಂಚಾಯತಿನ ಸರ್ವ ಸಮಸ್ಯೆಗಳನ್ನು ಸವಿವರವಾಗಿ ವಿವರಿಸಿದಂತಹ ವಿ ರವೀಂದ್ರನ್ ಇವರಿಗೆ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಮುಂದೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಲು ಎಂಎಲ್ ಅಶ್ವಿನಿ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಜಿಲ್ಲಾಧ್ಯಕ್ಷರು ಇವರಲ್ಲಿ ಕೋರಿಕೆ. സംശയവുമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും പക്ഷപാതവും എല്ലാം തന്നെ ഈ ഒരു നഗരത്തെ, ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ ആകമാനം തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ നിങ്ങളോട് പറയാം ഇത് UDFന്റെ ഭരണമാണ് എന്ന്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല. കാരണം UDF എന്ന് പറയുന്ന മുന്നണിയിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ എന്നേക്കും എന്നുമായിട്ട് ഇവർ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വെറുമൊരു ആധിപത്യം മാത്രമാണ് നമുക്ക് UDFൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മഞ്ചേശ്വരത്തുള്ള കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ താഴിട്ട് പൂട്ടി വീട്ടിലേക്ക് പോയത്. ഇവിടെ കോൺഗ്രസിന് യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യമില്ല എന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന, ഈ നാട് വികസിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനതയുള്ള ഒരു നാടാണ് ഈ കുമ്പള എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ നാടിന് മാറ്റമുണ്ടാകണമെന്ന് കാലാകാലമായി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനതയുള്ള ഒരു നാടാണ് ഈ കുമ്പള എന്ന പ്രദേശം. ഈ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആകെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതികളുടെ നാറിയ കഥകൾ ഓരോ ദിനവും പത്രമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഏറ്റവും ഈ കുമ്പളയുടെ അഭിമാനം കൊള്ളുന്ന ജനസമൂഹത്തിന് തന്നെ നാണമുണ്ടാകുന്ന തരത്തിലുള്ള അഴിമതിയുടെ നാറുന്ന കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ചരിത്രമാണ്. എനിക്ക് ഇതിൽ ഒന്നേ പറയാനുള്ളൂ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ ചിഹ്നം, ആ ചിഹ്നം മഹാ അത്ഭുതമാണ്. ആ ചിഹ്നം അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ തുറന്നു കാണിക്കുന്ന ആ ചിഹ്നം തന്നെയാണ് അവർക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. എന്തെന്നായാലും ഇലക്ഷൻ കമ്മീഷന് ആ ഏണി എന്ന് പറയുന്ന ചിഹ്നം അനുവദിച്ചു കൊടുത്തതിന് അഭിനന്ദനങ്ങൾ ഞങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഈ ഏണി എന്ന് പറയുന്ന ഒരു സാധനം അത് എവിടെയും ചാരി വെക്കാതെ സ്വന്തമായി നിലനിൽക്കുകയില്ല. ഏണി എന്ന് പറയുന്ന സാധനത്തെ ഒന്നെങ്കിൽ SDPI എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലേക്ക് ചാരിവെക്കണം, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയിലേക്ക് ചാരിവെക്കണം. അതുപോലെയുള്ള സംഘടനകളുടെ കോൺഗ്രസിന്റെ മുതകത്തേക്ക് ചാരിവെച്ച് അവസാനം ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇല്ലാതെയായി കാസർഗോഡ് ജില്ലയിൽ. ആ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ മുതുകത്ത് ചാരിവെച്ചുകൊണ്ട് ആ ചാരിവെച്ച ഏണിയിൽ കയറി നിന്ന് കളവ് നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കുമ്പളയുടെ മണ്ണിൽ അതല്ലേ സംഭവിച്ചത്? കുമ്പള ഗ്രാമപഞ്ചായത്തിൽ അതല്ലേ സംഭവിച്ചത്? അഴിമതിയുടെ കഥകൾ ഓരോന്നായി വന്നത്. കള്ളന്മാരുടെ കൂട്ടമല്ലേ മുസ്ലിം ലീഗ്? മറുപടി പറയുവാൻ മുസ്ലിം ലീഗിന് വോട്ട് കൊടുക്കുവാൻ വേണ്ടി മനസ്സാൽ ഒരുങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ജനാധിപത്യ വിശ്വാസികൾ ഈ മണ്ണിലുണ്ട് എങ്കിൽ സ്വമേധയാ നിങ്ങൾ ആലോചിച്ചു നോക്കുക. എത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കുമ്പളയുടെ മണ്ണിൽ നടത്തിയിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ കണ്ണടച്ചിരുന്നുവെങ്കിൽ, ഇവിടത്തെ BJP മെമ്പർമാർ ഒന്ന് കണ്ണടച്ചിരുന്നുവെങ്കിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം തന്നെ എടുത്തു കൊണ്ടുപോകുമായിരുന്നു മുസ്ലിം ലീഗുകാരെ. പ്രിയമുള്ളവരെ, സത്യമല്ലേ?
ഇവിടുത്തെ സെക്രട്ടറിയെ പേടിപ്പിച്ച് ആധാരം ചോദിച്ച മുസ്ലിം ലീഗുകാരനുള്ള പഞ്ചായത്താണ് കുമ്പള ഗ്രാമപഞ്ചായത്ത്. എന്തിനാ? പണയം വെക്കാൻ വേണ്ടിയിട്ട്, പണയം വെച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് ഭീഷണിപ്പെടുത്തിയതാണ് സെക്രട്ടറിയെ. ഇവിടുത്തെ ആധാരം ഒന്ന് തരുമോ, ഞങ്ങൾക്കൊന്ന് പണയം വെക്കണം, പുട്ടടിക്കണം, കീശ നിറക്കണം, ഇന്നോവയിൽ AC-യും ഇട്ട് കറങ്ങി നടക്കണം. മുസ്ലിം ലീഗുകാരന്റെ ലക്ഷ്യം അതായിരുന്നു കുമ്പളയിൽ. മാത്രവുമല്ല 4 ബസ് സ്റ്റാൻഡിന് 40 ലക്ഷം രൂപ ചെലവഴിച്ച് അനുവദിച്ചെടുത്ത് ഗിന്നസ് ബുക്കുകാർ അറിഞ്ഞിരുന്നെങ്കിൽ അതിൽ വരെ നിങ്ങളെ ഉൾപ്പെടുത്തുമായിരുന്നു. മുസ്ലിം ലീഗുകാരാ ദാമിച്ചിരിക്കുന്നു നിങ്ങളെ. 4 ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് 4 ബസ് സ്റ്റാൻഡിന് വേണ്ടി 40 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോ നല്ല വടിവെടുത്ത് മുസ്ലിം ലീഗുകാരന്റെ കാലിനടി നോക്കി അടി കൊടുക്കേണ്ട അവസ്ഥയല്ലേ? ആരുടെ പണമാണിത്? ആരുടെ പണമാണിത്? 4 ബസ് സ്റ്റാൻഡിന് 40 ലക്ഷം രൂപ. നിങ്ങൾക്കറിയാം, അജ്ഫാൻ എന്ന് പറയുന്ന നമ്മളൊരു ചാരിറ്റി ഉണ്ട്, ചാരിറ്റി സൊസൈറ്റി ഉണ്ട്. ആ അജ്ഫാൻ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. 8 ലക്ഷം രൂപയുടെയാണ് വീട്. ആ 8 ലക്ഷം രൂപയുടെ വീട് അടിയിൽ നല്ല ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ആ വീട് വെച്ചു കൊടുക്കുന്നത്. ആ വീട് കണ്ട് വന്നവർ ഈ കുമ്പളയിലുള്ള ആ ബസ് സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ തീരുമാനിക്കണം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണോ എന്ന്. ഈ കുമ്പള എന്ന് പറയുന്ന ഈ മഹാനഗരം, നേരത്തെ ബഹുമാന്യനായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ കാലത്തും ആവേശമായിട്ടുള്ള വി രവീന്ദ്രേട്ടൻ നമ്മളോട് സൂചിപ്പിച്ചത്, കുമ്പള എന്ന് പറയുന്ന ഈ മണ്ണ് കായിക പ്രതിഭകളെ ഈ രാജ്യത്തിന് സമ്മാനിച്ച ഈ കുമ്പളയുടെ മണ്ണിൽ ഇന്ന് വരെ ആ കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് പോലെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഒരു ഗ്രൗണ്ടെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടി ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? ആ കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും നല്ല കഴിവുള്ളവർ ഒക്കെ ഈ മണ്ണിൽ നിന്നും ജനിച്ചു വളർന്നിട്ട് പോലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. കുമ്പളയുടെ മണ്ണ്, ഈ കുമ്പളയുടെ പേര് ഈ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചവർക്ക് ജന്മം നൽകിയ അവരുടെ തറവാടുകൾക്ക് കാരണമായിട്ടുള്ള ഒരു മണ്ണിൽ അവർക്ക് ഇതുവരെ ഒരു സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മണ്ണിലുണ്ടോ? എല്ലാ വർഷവും എല്ലാ പദ്ധതികളിലും ഒക്കെ തന്നെ രൂപകൾ മാറ്റിവെച്ച് അവസാനം 3 കോടി രൂപയോളം ഈ കുമ്പള ഗ്രാമപഞ്ചായത്തില് പദ്ധതിക്ക് വേണ്ടി, ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി മാറ്റിവെച്ചു. ലീഗുകാരൻ മാറ്റിവെക്കുന്നു, പണി നടത്താതെ ലാക്സായി പോകുന്നു. ഇവർ മാറ്റിവെക്കുന്നു, പണി നടത്താതെ ലാക്സായി പോകുന്നു. അങ്ങനെ ഈ സാധാരണക്കാരനെ പറ്റിക്കുന്ന തരത്തിലുള്ള നടപടികളല്ലേ ഇവർ എടുത്തിട്ടുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം യാഥാർത്ഥ്യമല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പാവപ്പെട്ടവന്റെ കീശയിൽ നിന്നും പണം കൈയിട്ട് വാരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ നിഷേധിക്കുവാൻ വേണ്ടി സാധിക്കുമോ? ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഗ്രാമപഞ്ചായത്തിലും അവിടുത്തെ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഒരു ദിവസം രാത്രി 12 മണിക്ക് ആരിക്കാടിയിലുള്ള ഒരു കോട്ടയ്ക്കകത്ത് ശബ്ദം കേട്ടത് അവിടെ വരുന്ന ജനങ്ങൾ നോക്കിയപ്പോ ആരിക്കാടി കോട്ടയ്ക്കകത്ത് ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടായി. ആ ശബ്ദം കേട്ടപ്പോ കുറച്ചുപേർ അങ്ങോട്ട് പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കിണറുണ്ട്. ആ കിണറിനകത്ത് കുറച്ചുപേർ അവിടെ ശബ്ദമുണ്ടാക്കുന്നു. ആ കിണറിനകത്തേക്ക് ഇവർ പോയി നോക്കുമ്പോ ആ കിണറിനകത്ത് ഇരിക്കുന്നത് ആരാണെന്നറിയാമോ? മുസ്ലിം ലീഗിന്റെ നേതാവും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, കക്കാൻ കയറിയതാണ്. ഏണി വെച്ച് മേലോട്ടല്ല, ഏണി വെച്ച് കിണറിലേക്ക് കിഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കക്കാൻ വേണ്ടി കയറി. കാരണം ആരോ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് ആ കിണറിനകത്ത് പണമുണ്ട്, സ്വർണമുണ്ട് എന്ന് ആരോ പറഞ്ഞു കൊടുത്തതിന്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ ഈ നേതാവ് ആ കിണറിലേക്ക് കയറി ഇറങ്ങി പരിശോധിച്ചു നോക്കിയത്. പുറത്താക്കിയോ പാർട്ടി? ഇല്ല, കാരണം പുറത്താക്കാൻ പറ്റില്ല. അവരുടെ ചരിത്രം അങ്ങനെയാണ്. കക്കാൻ കിട്ടുന്ന സാധനത്തെ എല്ലാം തന്നെ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം. കുമ്പള ഗ്രാമപഞ്ചായത്തിൽ ശൗചാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഈ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ പൊതു ശൗചാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം കയ്യിട്ട് വാരൻ അതിൽ നിന്നും കിട്ടില്ല. കയ്യിട്ട് വാരൻ കിട്ടാത്തത് കൊണ്ട് അതും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമായതുകൊണ്ട് അതും ഇവർ നിർമ്മിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടത്തെ സാധാരണ സമൂഹത്തിന്, സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ, ആ സ്കൂളിന് ഒരു കമ്പൗണ്ട് പോലും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല.
ഇതേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് പ്രിയമുള്ളവരെ PMC യോജനയെ എതിർക്കുന്നത്. ഇതേ മുസ്ലിം ലീഗാണ് PMC എതിർക്കുന്നത്. PMC എന്ന പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരം ഒരുക്കുമ്പോൾ ആ അവസരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചവരാണിവർ. PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണ്ട, അതിനൊത്ത് വാലും ചുരുട്ടി പിന്നാലെ ഓടുകയാണ് പിണറായി വിജയന്റെ സർക്കാർ കൂടി. PMC പദ്ധതി ഞങ്ങളും നടപ്പിലാക്കില്ല. ആരെ പേടിച്ചിട്ടാണ്? മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിനെയും പോലെയുള്ള സംഘടനകളെ പേടിച്ചുകൊണ്ട് PMC പദ്ധതി ഇവിടെയും നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സ്കൂളിനകത്തിരുന്ന് കയറിയാൽ പാമ്പ് കടിച്ചു മരിക്കുന്ന കുട്ടികൾ, ആ സ്കൂളിനകത്ത് കയറി നിന്ന ഷോക്കടിച്ച് മരിക്കുന്ന പിഞ്ചു കുട്ടികൾ, ഇത്തരത്തിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നും പോകുന്ന പിഞ്ചു കുട്ടികളെ അപകട മരണത്തിലേക്ക് കടത്തിവിടാതെ ആ സ്കൂളിനെ ഈ ലോകത്തിലെ ഒന്നാം തരം സ്കൂളാക്കി മാറ്റുവാനുള്ള അവസരമുള്ള PMC പദ്ധതിയെ പോലും അട്ടിമറിക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണോ എന്നത് ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള ജനസമൂഹം നിങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് പ്രിയമുള്ളവരെ. നിങ്ങളൊന്ന് ചിന്തിക്കണം. അത് ഇവിടുത്തെ പദ്ധതികള് നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാം. SC വിഭാഗത്തിന്റെ ശ്മശാനത്തിന് വേണ്ടിയിട്ട് ആ പാവപ്പെട്ടവർ എത്ര കാലമായിട്ട് ഇവിടെ കീണപേക്ഷിക്കുന്നു. SC വിഭാഗത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു ശ്മശാനത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങളുടെ വർഗീയ ചിന്താധാര മനസ്സിനകത്ത് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ആ വിഭാഗത്തെ ഇപ്പോഴും അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത്, അവഗണിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ വേണ്ടി സാധിക്കുമോ? SC വിഭാഗത്തിന്റെ ആ മരണപ്പെട്ട് ആ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്മശാനം അനുവദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശ്മശാനത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി സാധിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം ഓഫീസിന് വേണ്ടി ഓഫീസിനകത്ത് AC ഫിറ്റാക്കുന്നതിന് വേണ്ടി 40 ലക്ഷം രൂപ ചെലവ് മാറ്റിവെക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. 40 ലക്ഷം രൂപയാണ് പ്രസിഡന്റിന്റെ റൂം നന്നാക്കാൻ വേണ്ടി ഇവിടെ മാറ്റിവെച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തു നോക്കുക, ആരാണ് പ്രസിഡന്റ്? ഈ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആ പ്രസിഡന്റ് അത് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അത് ശരിയാക്കുവാൻ വേണ്ടി തയ്യാറാകാതെ പാവപ്പെട്ടവന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ കൊടുക്കാതെ അവരെ പറഞ്ഞു പറ്റിച്ച് ഇദ്ദേഹത്തിന് സുഖസൗകര്യത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് റൂം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കുക, നിങ്ങളടക്കുന്ന നികുതി പണം കൊണ്ടാണ് തോന്നിയവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എത്രയോ കാലമായിട്ട് പ്രിയമുള്ളവരെ ആ കഞ്ചിക്കട്ടയിലുള്ള ഒരു പാലം പാവപ്പെട്ട ജനസമൂഹത്തിന് അക്കരയും ഇക്കരയും കടന്നു പോകുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കഞ്ചിക്കട്ട പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരുക്കേണ്ട പദ്ധതികളൊന്നും ഒരുക്കാതെ പാവപ്പെട്ട ആ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിരിവെടുത്തുകൊണ്ട് ആ പിരിവിനെ പോലും ചെലവഴിക്കാതെ വഞ്ചിക്കപ്പെടുന്ന ജനസമൂഹമായിട്ട് കാലാകാലമായി മാറുന്ന ഒരു നിലയിലേക്കല്ലേ നിങ്ങൾ എത്തിച്ചത് ഈ UDF ഗവൺമെന്റ്, ഈ UDF ഭരണം? എത്ര കാലമായി ആ പാവപ്പെട്ട ജനസമൂഹം ഒന്ന് അക്കരയിലേക്കും ഇക്കരയിലേക്കും പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നു. ഇത്രയും നിറികെട്ട ഭരണം, ഇത്രയും ചതിക്കപ്പെട്ട ഭരണം, കുടുംബശ്രീ ക്യാനിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു ഭരണം, ഈ ഭരണം തുടരണോ? ഈ ഭരണം തുടരണമോ? ഈ പ്രദേശത്തെ സമൂഹം പറയേണ്ട കാര്യമാണ്. ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഈ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കണോ? കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കണോ? നിങ്ങൾ തീരുമാനിക്കണം. വരാൻ പോകുന്ന ഡിസംബർ 11 തീയതി അതിരാവിലെ നിങ്ങൾ എണീച്ച് പോളിംഗ് ബൂത്തിൽ പോകുന്ന വേളയിൽ രാവിലെ എണീച്ച് കുളിച്ച് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാടിനെ പറ്റിച്ചവരെ, ഈ നാടിനെ വഞ്ചിച്ചവരെ, ആ വഞ്ചിച്ചവർക്ക് നല്ലൊരു മറുപടി കൊടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ആ അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങളുടെ ചെറിയൊരു തെറ്റിദ്ധാരണ മതി വരാൻ പോകുന്ന 5 വർഷം ഈ കുമ്പളയുടെ ജനസമൂഹത്തെ വീണ്ടും കഷ്ടതയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കുമ്പള ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു കഴിഞ്ഞാൽ വെറും 5 വർഷം മതി. മുസ്ലിം ലീഗ് കഴിഞ്ഞ വർഷങ്ങളിൽ 10-25 വർഷക്കാലം ചെയ്യാത്തത് ചെയ്യുവാൻ വേണ്ടി BJPയുടെ പ്രസിഡന്റിനെ, BJPയുടെ ഭരണസമിതിക്ക് വെറും 50 ദിവസം മതി. പ്രിയമുള്ളവരെ, കുമ്പളയുടെ മുഖച്ഛായ മാറ്റിക്കാണിക്കുവാൻ
ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സാധിക്കും. ഇത് നരേന്ദ്രമോദി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് പണ്ട് 60 വർഷക്കാലം ഈ രാജ്യത്ത് കോൺഗ്രസ് വെറും താഴേക്ക് ഈ രാജ്യത്തെ തള്ളിയിട്ടപ്പോ വെറും 60 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ധീരനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി കൈപിടിച്ചുയർത്തിയതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതവർഗീയ രാഷ്ട്രീയ പാർട്ടി താഴെയിട്ട കുമ്പള എന്ന ഈ നഗരത്തെ കൈപിടിച്ച് കരകയറ്റുന്നതിനു വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമെന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചേക്കണം എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വിനീതപൂർവ്വമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും വിനീതമായിട്ടുള്ള നന്ദി, നമസ്കാരം. ಪರಾವಲಂಬಿಯಾದಂತಹ ಮುಸ್ಲಿಂ ಲೀಗಿಗೆ ತನ್ನ ಏಣಿ ಚಿಹ್ನೆಯನ್ನ ಇತರ ಪಕ್ಷಗಳಾದಂತಹ ಪಿಡಿಪಿ, ಕಾಂಗ್ರೆಸ್ ಮುಂತಾದ ಉಪಪಕ್ಷಗಳೊಂದಿಗೆ ನಿಲ್ಲಿಸಲು ಮಾತ್ರ ಸಾಧ್ಯವಿತ್ತು. ಮುಂದೆ ಅದರ ಎಲ್ಲ ಕುಂಡಿಗಳು ಕೂಡ ಕಲಚಿ ಬಿದ್ದು ಅದು ಅಂತ್ಯಕಾಲವನ್ನ ಕಾಣಲಿದೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷವು ಕುಂಬಳೆ ಪಂಚಾಯತಿನಲ್ಲಿ ಅಧಿಕಾರಕ್ಕೆ ಬರುವಂತಹ ಸುದಿನವನ್ನ ನಾವು ಕಾಣಲಿದ್ದೇವೆ. ಎಲ್ಲ ಮತದಾರರು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದೊಂದಿಗೆ ಸಹಕರಿಸಿ ಎಂಬುದಾಗಿ ತಮ್ಮಲ್ಲಿ ಕಳಕಳಿಯ ವಿನಂತಿಯೊಂದಿಗೆ ತಮ್ಮ ಉತ್ತಮವಾದ ಭಾಷಣದೊಂದಿಗೆ ನಮ್ಮನ್ನ ಸಂತೋಷಗೊಳಿಸಿದಂತಹ ಶ್ರೀ PR ಸುನಿಲ್ ಇವರಿಗೆ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಮುಂದೆ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಮಂಡಲ ಅಧ್ಯಕ್ಷರಾದಂತಹ ಅದೇ ರೀತಿ ಕಾಸರಗೋಡು ಡಿವಿಷನ್ನ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಅಭ್ಯರ್ಥಿ ಸುನಿಲ್ ಅನಂತಪುರ ಇವರು ನಮ್ಮ ಮುಂದೆ. ഭാരതീയ ജനതാ പാർട്ടി കുമ്പള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചിരിക്കുന്ന നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ഈ പഞ്ചായത്തിന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമായ ശ്രീ രവിയേട്ടൻ അവറുകളെ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ML അശ്വിനി ജി, അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ PR സുനിൽ അവർകളെ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ സുരേഷ് കുമാർ ഷെട്ടി അവരുകളെ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റുമാരായ സുജിത് കുമാർ റായി, അതുപോലെ തന്നെ ശിവപ്രസാദ് മഡ്വ അവർകളെ, നമ്മുടെ പാർട്ടിയുടെ OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ദയാനന്ദ കുളാൽ അവർകളെ, നമ്മുടെ പാർട്ടിയുടെ മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പ്രേമലത S അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന കർമ്മധീരരായ നമ്മുടെ കുമ്പള പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥിമാരെ, അതുപോലെ തന്നെ ഇവിടെ മുൻവശം ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഡിസംബർ 11-ാം തീയതി നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി നേരിടാൻ സുസജ്ജമായി നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഒരു സമഗ്ര വികസനമാണ്, കുമ്പളയുടെ സമഗ്ര വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ 50 വർഷമായി കുമ്പള പഞ്ചായത്തിൽ UDF നടത്തിവരുന്ന അഴിമതി കഥകളെക്കുറിച്ചും അവരുടെ ദുർഭരണത്തെക്കുറിച്ചും എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കൾ ഇവിടെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഇവിടുത്തെ ഈ ദുർഭരണം മാറ്റണമെങ്കിൽ
ഇവിടെ സദ്ഭരണം വരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വരണമെന്ന് ഈ കുമ്പളയിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് വാസ്തവം കൂടിയാണ്. കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് 24 വാർഡുകളാണുള്ളത്. ആ 24 വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി സ്വന്തം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്ന കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമുക്കൊറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലുമില്ല. എന്നാൽ UDF ആവട്ടെ, LDF ആവട്ടെ, ലീഗ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, എല്ലാവരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്നതിന് വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട് അവർ ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കി കളിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് എല്ലാ വാർഡുകളിലും 24 വാർഡുകളിലും നമ്മൾ പാർട്ടിയുടെ താമര ചിഹ്നത്തെയാണ് ഇറക്കി കളിക്കുന്നത് എന്ന കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിനർത്ഥം ഇവിടെ മാറ്റങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇനി വരാൻ തിരഞ്ഞെടുപ്പ് 11 എന്നതിന് കേവലം 15 ദിവസം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ആ ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് ഈ കുമ്പള പഞ്ചായത്തിന്റെ സമഗ്ര മാറ്റത്തിന് വേണ്ടി, ഈ കുമ്പള പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി, ഈ കുമ്പള പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എല്ലാ വാർഡുകളിലും നമ്മുടെ സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ സ്ഥാനാർത്ഥിയെയും ഞാൻ ഈ കാസർഗോഡ് ജില്ലാ ഡിവിഷനിൽ കുമ്പള ഡിവിഷനിൽ ഞാൻ മത്സരിക്കുന്ന കാര്യം നിങ്ങളെ എല്ലാവരും അറിയിപ്പിക്കുന്നു. എനിക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ താമരയിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ವಂದನೆಗಳು. ವಂದನೆಗಳು ಶ್ರೀ ಸುನೀಲ್ ಅವರಿಗೆ. ಮುಂದಕ್ಕೆ ಕಾಸರಗೋಡು ಕೇರಳ ರಾಜ್ಯ ಕಾಸರಗೋಡು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ರಾಜ್ಯ ಸಮಿತಿಯ ಸದಸ್ಯರಾದಂತಹ ಶ್ರೀ ಸುರೇಶ್ ಕುಮಾರ್ ಶೆಟ್ಟಿ ಅವರು ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಆಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದಾರೆ. ಆದರಣೀಯ ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷರೇ, ಉದ್ಘಾಟನೆ ಮಾಡಿದಂತ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ ML ಅಶ್ವಿನಿಯವರೇ, ಈ ಕಾರ್ಯಕ್ರಮವನ್ನ ಇದರ ಚೇರ್ಮನ್ ಶ್ರೀಮಾನ್ ವಿ ರವೀಂದ್ರನ್, ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಗಣ್ಯರೇ, ಅದೇ ರೀತಿ ಮುಂದಿನ ಚುನಾವಣೆಯಲ್ಲಿ ಸ್ಪರ್ಧೆ ಮಾಡುವಂತಹ ಎಲ್ಲ ಅಭ್ಯರ್ಥಿ ಬಂಧು ಭಗಿನಿಯರೇ ಸೇರಿದಂತಹ ಸಜ್ಜನ ಬಂಧುಗಳು, ಡಿಸೆಂಬರ್ 11ನೇ ತಾರೀಕಿಗೆ ನಡೆಯುವಂತಹ ಐತಿಹಾಸಿಕವಂತಹ ಚುನಾವಣೆಯಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಎಲ್ಲ ಅಭ್ಯರ್ಥಿಗಳನ್ನ ವಿಜಯಗೊಳಿಸಬೇಕಂತೇಳಿ ವಿನಂತಿಯನ್ನ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಕುಂಬಳ ಪಂಚಾಯತ್ ಬಹಳ ವರ್ಷಗಳಿಂದ UDF ಅಧಿಕಾರವನ್ನ ಮಾಡ್ತಾ ಇದೆ. ಆದ್ರೆ ಯಾವುದೇ ಅಭಿವೃದ್ಧಿಯನ್ನ ಕಾಣ್ತಾ ಇಲ್ಲ. ಭ್ರಷ್ಟಾಚಾರದಿಂದ ಒಳಗೊಂಡಂತ ಈ ಒಂದು ಅಧಿಕಾರವನ್ನ ಕಿತ್ತೊಗೆಯಬೇಕು. ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯನ್ನ ಯಾವ ರೀತಿ ಕೇಂದ್ರ ಸರ್ಕಾರದಲ್ಲಿ ನರೇಂದ್ರ ಮೋದಿಯವರ ನೇತೃತ್ವದ ಆಡಳಿತ ಯಾವ ರೀತಿ ನಡೆಯುತ್ತಾ ಇದೆಯೋ ಅದೇ ರೀತಿ ಕನಿಪುರ ಶ್ರೀಕೃಷ್ಣನ ಈ ಭೂಮಿಯಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಉತ್ತಮವಾದಂತಹ ಆಡಳಿತ ನಮಗೆ ಆ ರೀತಿಯಿಂದ ತಾವೆಲ್ಲರೂ ಕೂಡ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ತಾವರೆ ಚಿಹ್ನೆಗೆ ತಮ್ಮೆಲ್ಲರ ಅಮೂಲ್ಯವಾದ ಮತವನ್ನ ನೀಡಿ ತಾವೆಲ್ಲರನ್ನ ವಿಜಯಗೊಳಿಸಬೇಕಂತೇಳಿ ವಿನಂತಿಸ್ತಾ ವಿರಮಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಭಾರತ್. ವಂದನೆಗಳು. ಮುಂದಕ್ಕೆ ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯ ಹಂತ ಧನ್ಯವಾದ ಸಮರ್ಪಣೆಗಾಗಿ ಕುಂಬಳೆ ಗ್ರಾಮ ಪಂಚಾಯತ್ ಸದಸ್ಯರು ಹಾಗೂ ಕುಂಬಳೆ ಮಂಡಲ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಉಪಾಧ್ಯಕ್ಷರಾದಂತಹ
ಪ್ರೇಮಾವತಿ ಇವರಲ್ಲಿ ಕೋರಿಕೆ. ಹರಿ ಓಂ. ಇಂದು ಇಲ್ಲಿ ನಡೆದಂತಹ ಜನಪಂಚಾಯತು ಸಾರ್ವಜನಿಕ ಸಭೆ ನಡೆದಿದೆ. ಈ ಸಭೆಯ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿದಂತಹ ರಾಜ್ಯ ಸಮಿತಿ ಸದಸ್ಯ ವಿ ರವೀಂದ್ರನ್ ಅವರಿಗೆ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆಯನ್ನು ಮಾಡಿದಂತಹ ಶ್ರೀಮತಿ ಎಂಎಲ್ ಅಶ್ವಿನಿ, ಜಿಲ್ಲಾಧ್ಯಕ್ಷರು ಬಿಜೆಪಿ ಕಾಸರಗೋಡು, ಇವರಿಗೆ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮುಖ್ಯ ಭಾಷಣವನ್ನು ಮಾಡಿರುವಂತಹ ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಆಗಿದ್ದಂತಹ PR ಸುನೀಲ್, ಇವರಿಗೆ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ರಾಜ್ಯ ಸಮಿತಿ ಸದಸ್ಯರಾದಂತಹ ಸುರೇಶ್ ಕುಮಾರ್ ಶೆಟ್ಟಿ, ಇವರಿಗೆ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಮಹಿಳಾ ಮೋರ್ಚಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಪ್ರೇಮಲತಾ, ಇವರಿಗೆ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಜಿಲ್ಲಾ ಸಮಿತಿ ಸದಸ್ಯರಾದಂತಹ ಮುರಳೀಧರ ಯಾದವ್, ಇವರಿಗೆ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕುಂಬಳೆ ಮಂಡಲ ಅಧ್ಯಕ್ಷರಾದಂತಹ ಸುನೀಲ್ ಕುಮಾರ್ ಅವರಿಗೆ ಕೂಡ ನಾನು ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಹಾಗೆ ನಮ್ಮ ಕುಂಬಳೆ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರಾದಂತಹ ಸುಜಿತ್ ಕುಮಾರ್ ರೈ, ಇವರಿಗೂ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಹಾಗೆ ಉತ್ತರ ವಲಯ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶಿವಪ್ರಸಾದ್ ರೈ, ಇವರಿಗೆ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಹಾಗೆ OBC ಮೋರ್ಚಾದ ಅಧ್ಯಕ್ಷರಾದಂತಹ ದಯಾನಂದ, ಇವರಿಗೆ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಇಂದಿನ ಈ ಚುನಾವಣೆಯಲ್ಲಿ ಭಾಗವಹಿಸಿದಂತಹ ಎಲ್ಲ ಸ್ಪರ್ಧಿಗಳಿಗೆ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಹಾಗೆ ಇಲ್ಲಿ ಸೇರಿರುವಂತಹ ವಿವಿಧ ಜವಾಬ್ದಾರಿಯುತ ಕಾರ್ಯಕರ್ತರನ್ನು ಕೂಡ ಧನ್ಯವಾದವನ್ನು ಹೇಳುತ್ತಾ, ಇಲ್ಲಿ ಸೇರಿರುವಂತಹ ಎಲ್ಲ ನನ್ನ ಸಹೋದರ ಸಹೋದರಿಯರಿಗೂ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಅಧ್ಯಕ್ಷರ ಅನುಮತಿಯ ಮೇರೆಗೆ ಕೊನೆಗೊಳಿಸುತ್ತಿದ್ದೇನೆ. ವಂದನೆಗಳು. ಹಾಗೂ ಬೆಳಕು ಹಾಗೂ ಸೌಂಡ್ ಸಿಸ್ಟಮ್ ಅನ್ನು ದೊರಕಿಸಿಕೊಟ್ಟಂತಹ ಅವರಿಗೂ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. ಅಭ್ಯರ್ಥಿಗಳೆಲ್ಲರೂ ಅಲ್ಲೇ ನಿಲ್ಲಿ, ಒಂದು ಫೋಟೋ ತೆಗಿಲಿಕ್ಕುಂಟು. ಪ್ರದೀಪಣ್ಣ ಫೋಟೋ ತೆಗೆಯುವುದಕ್ಕಾಗಿ 1 ನಿಮಿಷ ವೇದಿಕೆಯಲ್ಲಿ ಎಲ್ಲ ಗಣ್ಯರು ಉಪಸ್ಥಿತರಿರಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ರೆಡಿ. ಶಾಲಾಕ್ಲಿಲ್ಲ ಶಾಲಾಕು ಶಾಲಾಕು ರೆಡಿ. ಅಕ್ಕ आदर्श पीठ
ജീവൻ നൽകിയ സോദരരെ ജീവൻ നൽകിയ സോദരരെ ജയ് 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 ഭാരത് മാതാ അജയ ഭാരതം ഉണരട്ടെ നരേന്ദ്രമോദി നയിക്കട്ടെ ഹിമവൽ സാഗര പര്യന്തം ഉറച്ച മന്ത്രം ബിജെപി ഭാരത് മാതാ കി ജയ്. ಕಾರ್ಯಕ್ರಮ ಮುಕ್ತಾಯವಾಗಿದೆ. ಒಂದೇ ಮಾತರಂ.